മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. ആദ്യ ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണം നടക്കുന്നത് മാർച്ച് മാസം 25-ാം തീയതി മുതലായിരിക്കും. അത് മാർച്ച് മാസത്തെ ധനസഹായമായിരിക്കും. മാർച്ച് മാസം 31-ാം തീയതി മുതൽ അടുത്ത ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കും. അതായത് 4000 രൂപയോളമാണ് ഈ സമയത്ത് എത്തിച്ചേരുന്നത്. ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചാണ് അടുത്ത ഗഡു, അതായത് രണ്ടാമത്തെ ഗഡു വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത്. ഇത് മാർച്ച് മാസത്തെ ധനസഹായമാണ്. മാർച്ച് മാസത്തെ തുക മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇലക്ഷന് മുൻപ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് ഏപ്രിൽ മാസം ഒടുവിലായിട്ട് സഹായ വിതരണം, അതായത് പെൻഷൻ തുകയൊന്നും വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ ലഭിക്കേണ്ട വിഹിതമാണ് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത്. വരുന്ന രണ്ടാഴ്ചയിൽ 2000 രൂപ വീതം അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിനും അർഹതയുണ്ട്. അതായത് 200 മുതൽ 500 രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസൊക്കെ ആക്റ്റീവാണ് എന്നും അതോടൊപ്പം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കൈവശം ഇപ്പോഴും ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ആക്റ്റീവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ചിലർക്ക് തുക മുടങ്ങുന്നതൊക്കെ ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇവർക്കുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരായിരിക്കും പക്ഷേ വിതരണം ചെയ്യുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാ ഗാർഹിക ഉടമകളും ശ്രദ്ധിക്കുക. ഗ്യാസ് കണക്ഷന് നിലവിൽ ഇപ്പോഴും LPG വിതരണത്തിലൊക്കെ ക്ഷാമം നേരിടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിലവിലുള്ള ലിമിറ്റിൽ മാറ്റമില്ല. 45-25 ദിവസത്തെ ഇടവേളകൾ ഉണ്ടായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിഞ്ഞാലേ അടുത്ത സിലിണ്ടർ ലഭിക്കൂ. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസം പിന്നിടണം. ഇനി അത് മാത്രമല്ല, സിലിണ്ടർ വിലയിലും മാറ്റമില്ല. 60 രൂപയാണ് മാർച്ച് മാസം വർദ്ധിപ്പിച്ചത്. 922 രൂപയാണ് നമുക്കിപ്പോൾ ഇതിനു വേണ്ടി ഈടാക്കുന്നത്. അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന രീതിയിൽ നമ്മൾ നിശ്ചിത തുകയോളം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ ദൂരപരിധി അടിസ്ഥാനമാക്കിയൊക്കെ തുകയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൃത്യമായിട്ട് നിലവിൽ 45 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ 25 ദിവസം കഴിയുമ്പോൾ നഗരപ്രദേശങ്ങളിലുള്ളവരും കൃത്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുക. കാരണം ഇത്തരത്തിൽ ഷോർട്ടേജ് നേരിടുന്ന സാഹചര്യത്തിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് ഇത് വാങ്ങിയില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങളും വിതരണം നടക്കുന്ന സമയമാണ്. ആനുകൂല്യങ്ങൾ എല്ലാ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ്. ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്ത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർ കാർഡ് പുതുക്കിയെടുക്കണം. അത് നിർബന്ധമായിട്ടും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഐറിസ അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഒരു സമയത്ത് സൗജന്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് നടത്തി തരുന്നത്. അക്ഷയ സെൻറ്ററുകൾ വഴി ഈ സംവിധാനമുണ്ട്. വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. കാരണം നമ്മളുടെ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് അല്ലെങ്കിൽ വിവിധ പരീക്ഷകൾക്ക്, സ്കോളർഷിപ്പ് വിതരണത്തിന് ഇതിനെല്ലാം തന്നെ ഇത്തരത്തിൽ പുതുക്കിയ ആധാർ കാർഡുകൾ ആവശ്യമാണ്. നിലവിൽ ഇത് പുതുക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഈ രീതിയിൽ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയിട്ടില്ല എങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയാണ് ഇത് പുതുക്കി എടുക്കേണ്ടത്. മുൻപ് 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയും പിന്നീട് 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുമുള്ള സമയത്താണ് സൗജന്യ പുതുക്കൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഈ രീതിയിൽ ബയോമെട്രിക് അപ്ഡേഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.